നമസ്കാരം. അമേരിക്ക ചൈന തർക്കത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയും. ഒപെക് രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. എന്നാൽ ഇന്ത്യക്ക് ഇത് വമ്പൻ നേട്ടമാണ്. വിപണിയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിയേക്കാമെന്ന നിഗമനങ്ങൾക്കിടയിൽ ആഗോളതലത്തിൽ എണ്ണവില ഇടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. US ചൈന വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമായ തലത്തിലേക്ക് പോകുന്നുവെന്ന സൂചനകളും വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒക്ടോബർ മുതൽ ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും കൂടുതലായി വിപണിയിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നമാണ് ക്രൂഡ് ഓയിൽ. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള എണ്ണയുടെ ആവശ്യകതയുടെ 85% ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിറവേറ്റുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പൊതുവെ ഗുണകരമായ ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വില കുറയുന്നതിന്റെ പ്രധാന പ്രയോജനം വ്യാപാര കമ്മിയും അതായത് ട്രേഡ് ഡെഫിസിറ്റും വിദേശ നാണ്യ കരുതൽ ശേഖരവും മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നതാണ്. എണ്ണ ഇറക്കുമതിക്ക് കുറഞ്ഞ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ രാജ്യത്തിന്റെ ഡോളർ പുറത്തേക്കുള്ള ഒഴുക്ക് കുറയുകയും അത് രൂപയുടെ മൂല്യം സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ എണ്ണവില കുറയുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും. പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കുറയുന്നത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കുന്നതിനും കാരണമാകും. ഇത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് റിസർവ് ബാങ്കിന് പലിശ നിരക്കുകൾ സംബന്ധിച്ച കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ വഴിയൊരുക്കുകയും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എങ്കിലും ആഗോളതലത്തിലെ എണ്ണവില ഇടിവ് സൂചിപ്പിക്കുന്ന മറ്റു ചില ആശങ്കകളും ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. US ചൈന വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതും ആഗോള സാമ്പത്തിക വളർച്ച കുറയുന്നതുമാണ് എണ്ണവില കുറയാനുള്ള ഒരു കാരണം. ആഗോള ഡിമാൻഡ് കുറയുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സാമ്പത്തിക വളർച്ച കുറയുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പടരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു പ്രധാന കാര്യം ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ എണ്ണയുടെ ലഭ്യത കിട്ടുമെങ്കിലും ഭാവിയിൽ ഉൽപാദനം വെട്ടിക്കുറച്ചിൽ വില വീണ്ടും ഉയർത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് നിലവിലെ വിലക്കുറവ് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായി കണക്കാക്കേണ്ടതായി വരും. ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണവില നികുതികളെ ആശ്രയിക്കുന്നതിനാൽ രാജ്യാന്തര വില കുറഞ്ഞാലും അതിന്റെ പൂർണ്ണമായ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരേണ്ടതും നിർബന്ധമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിലെ കുറവ് ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് സൂചകങ്ങൾക്ക് അതായത് വ്യാപാര കമ്മി, പണപ്പെരുപ്പം എന്നിവയ്ക്ക് ഉടനടി ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ ഈ വിലയിടിവിന് കാരണമാകുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം പോലുള്ള ഘടകങ്ങൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വെല്ലുവിളിയാകുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യ ഈ സാഹചര്യം ഉപയോഗിച്ച് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക നയങ്ങൾ ശക്തിപ്പെടുത്താനും ശ്രമിക്കുമെന്നാണ് പൊതുവെയുള്ള നിഗമനം. ഈ വർഷം മെയ് മാസത്തിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണ് ക്രൂഡ് ഓയിൽ. US ഷട്ട് ഡൗൺ നിലനിൽക്കുന്നതും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് വില 0.28% ഇടിഞ്ഞ് $60.84 WTK ക്രൂഡ് വില $57 കൂപ്പുകുത്തി. US ചൈന വ്യാപാര യുദ്ധം ചെറിയ വെടിനിർത്തലിനു ശേഷം ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപഭോഗം നടക്കുന്ന രാജ്യങ്ങളാണ് USഉം അതുപോലെ തന്നെ ചൈനയും. ഈ രാജ്യങ്ങൾ നേർക്കുനേർ വരുമ്പോൾ വ്യാവസായിക രംഗത്തെ വലിയ തോതിൽ ബാധിക്കുക തന്നെ ചെയ്യും. കപ്പലുകൾക്കുള്ള തുറമുഖത്തെ കയറ്റിറക്ക് ഫീസ് വർദ്ധിപ്പിച്ച് ഇരു രാജ്യങ്ങളും യുദ്ധമുഖം തുറന്നിട്ടുണ്ട്. വ്യാപാര യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നാൽ ആഗോള സാമ്പത്തിക വളർച്ചയെയും ഇത് ബാധിക്കും. ഇപ്പോൾ തന്നെ മാന്ദ്യപ്രവണത പല രാജ്യങ്ങളിലും പ്രകടമാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിലക്കയറ്റത്തിന് കാരണമായിരുന്നു. ഇന്ത്യക്ക് ഇത് വലിയ നേട്ടം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആഗോളതലത്തിൽ എണ്ണവില ഇടിയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ തടസ്സമില്ലാതെ തുടർന്നു വരികയാണ്. US മുന്നറിയിപ്പുകൾ മുറ തെറ്റാതെ വരുന്നുണ്ടെങ്കിലും ഇന്ത്യൻ താല്പര്യങ്ങൾ മാത്രം നോക്കിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആഗോള വിലയേക്കാൾ വലിയ ഡിസ്കൗണ്ടിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. ആഗോള വില കുറയ്ക്കുന്നതിനനുസരിച്ച് റഷ്യൻ എണ്ണയുടെ വിലയും കുറയും. ചൈനയും ഇന്ത്യയും ഒഴികെ മറ്റ് രാജ്യങ്ങളൊന്നും കാര്യമായ തോതിൽ മോസ്കോയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുമില്ല. ഇന്ത്യയുടെ വിലപേശൽ ശേഷി ഉയർത്തി നിർത്തുന്നതും ഇക്കാരണം കൊണ്ടാണ്. ഇറാഖും ലിബിയയും എല്ലാം അടുത്ത കാലത്ത് വലിയ തോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം പുതിയ രാജ്യങ്ങളും എണ്ണ ഉൽപാദനത്തിലേക്ക് എത്തുന്നത് ഒപെക് രാജ്യങ്ങളുടെ എണ്ണവിലയിലെ മേധാവിത്വം കുറയ്ക്കാൻ വഴിയൊരുക്കിയേക്കാം. എത്രത്തോളം എണ്ണവില കുറയുന്നുവോ അത്രത്തോളം ഇന്ത്യക്ക് ഇത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്ന നിലവിലെ സാഹചര്യം
റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ഇരട്ടി നേട്ടമാണ് നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ തങ്ങളുടെ ആവശ്യകതയുടെ 85%-ലധികവും ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ ആഗോളതലത്തിൽ വില കുറയുന്നത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ആശ്വാസം കൂടിയാണ് നൽകുന്നത്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ആകർഷകമായ വിലക്കിഴിവിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങുകയായിരുന്നു. സാധാരണ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ റഷ്യ എണ്ണ ലഭ്യമായത് ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിച്ചതിന്റെയും US-ചൈന വ്യാപാര വിരുദ്ധ സൂചനകളുടെയും ഫലമായി ആഗോള എണ്ണവില വീണ്ടും ഇടിയുമ്പോൾ ഇന്ത്യക്ക് മറ്റ് വിപണികളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നുണ്ട്. ഇതോടെ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിലക്കിഴിവും ആഗോള വിലയിടവും ചേരുമ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതി ചെലവ് വലിയ തോതിൽ കുറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുണകരമായിട്ട് തന്നെ സ്വാധീനിക്കും. ഒന്നാമതായി വ്യാപാര കമ്മി കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നതാണ്. കുറഞ്ഞ പണം മാത്രം എണ്ണ ഇറക്കുമതിക്കായി വിദേശത്തേക്ക് പോകുമ്പോൾ രാജ്യത്തിന്റെ ഡോളർ പുറത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കപ്പെടുകയും അത് രൂപയുടെ മൂല്യം സ്ഥിരമായി നിലനിർത്താൻ കരുത്ത് പകരുകയും ചെയ്യും. രണ്ടാമതായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും എന്നതാണ്. ഇന്ധനവില കുറയുമ്പോൾ ചരക്ക് നീക്കത്തിനുള്ള ചിലവ് കുറയുകയും അത് മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് റിസർവ് ബാങ്കിന് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിൽ കൂടുതൽ അവസരവും തുറക്കും. ഇത് റിസർവ് ബാങ്കിന് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമാണ് തുറക്കുന്നത്. ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യ വലിയൊരു നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചിട്ടുള്ളത്. എങ്കിലും എണ്ണവില ഇടിവിന് കാരണമാകുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. ആഗോള ഡിമാൻഡ് കുറയുന്നത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നയതന്ത്രപരമായ വെല്ലുവിളികളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും തുടരുക തന്നെയാണ്. എന്നിരുന്നാലും തന്ത്രപരമായ ഈ സാഹചര്യം ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക സൂചനകളെ മെച്ചപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കും. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ദേശീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കും നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ എണ്ണയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ശ്രമിച്ചു. ഈ സമയത്ത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭരണകൂടം ഇന്ത്യക്ക് മേൽ കടുത്ത സമ്മർദ്ദവും ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പാശ്ചാത്യ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും യുദ്ധത്തിന് റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്നുമായിരുന്നു അമേരിക്കയുടെ വാദം. ഈ സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ തീരുമാനം തികച്ചും പ്രായോഗികവും ഉചിതമായിരുന്നു എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് അടിവരയിട്ട് പറയാവുന്നതാണ്. ഇന്ത്യയുടെ ഈ നിലപാടിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് നൽകിയ മുൻഗണന തന്നെയാണ്. അതായത് അമേരിക്കയുടെ വാക്ക് കേൾക്കാതെ ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടെ ഉണ്ടായത്. എണ്ണയുടെ ആവശ്യകതയുടെ 85%-ലധികവും ഇറക്കുമതി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. ആഗോള എണ്ണ വില കുതിച്ചുയർന്ന ആ സമയത്ത് റഷ്യ വൻതോതിലുള്ള വിലക്കിഴിവിൽ എണ്ണ വാഗ്ദാനം ചെയ്തു. ഈ വിലക്കുറവ് മുതലെടുത്ത് എണ്ണ വാങ്ങിയത് രാജ്യത്തെ പണപ്പെരുപ്പവും ഇന്ധനവില വർധനവും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് ദശലക്ഷക്കണക്കിന് സാധാരണ പൗരന്മാർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. കൂടാതെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ഇത് വ്യാപാര കമ്മി നിയന്ത്രിക്കുന്നതിനും രൂപയുടെ മൂല്യം സ്ഥിരമായി നിലനിർത്തുന്നതിനും സഹായിച്ചു. ഈ സാമ്പത്തിക ലാഭം അമേരിക്കൻ സമ്മർദ്ദത്തെക്കാൾ വലുതാണെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിച്ചു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വതന്ത്ര വിദേശ നയം പിന്തുടരാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ഈ തീരുമാനം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഏത് രാജ്യവുമായി വ്യാപാരം നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ഇന്ത്യക്കുണ്ടെന്ന് നയതന്ത്ര തലത്തിൽ ശക്തമായി വാദിക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിച്ചു. അങ്ങനെ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തിന്റെ ഊർജ്ജപരവും സാമ്പത്തികപരവുമായ ഭാവിക്ക് ഏറ്റവും ഉചിതമായ നീക്കമായി മാറിയെന്ന് ഈ സാഹചര്യം നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം.